മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് 24 റൗണ്ടപ്പ് കടക്കുകയാണ്. സന്ദേശ് ഖലി സംഘർഷ സ്ഥലം സന്ദർശിക്കാനെത്തിയ പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെയും BJP MLA-മാരെയും പോലീസ് തടഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു BJP നേതാക്കളുടെ സന്ദർശനം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിനും സന്ദേശ് ഖലി സന്ദർശിക്കാൻ പോലീസ് അനുമതി നൽകിയില്ല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഇങ്ങനെ ഇവരെ തടയാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അനുമതി നൽകാത്തത്? സ്മിത, ഈ സന്ദേശ് ഖലിയിൽ സംഘർഷം നടക്കുന്ന മേഖലയാണ് എന്നും അതിനാൽ തന്നെ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പശ്ചിമബംഗാൾ പോലീസ് ഇവിടേക്ക് എത്തുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ തടയുന്നത്. തുടർച്ചയായി BJP നേതാക്കളെ ഇത്തരത്തിൽ തടയുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സുവേന്ദു അധികാരി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുകയും കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹം വീണ്ടും 5 MLA-മാരോടൊപ്പം സന്ദേശ് ഖലിയിൽ എത്തിയെങ്കിലും സുവേന്ദു അധികാരിയോടൊപ്പമുള്ള സംഘത്തെ പോലീസ് വീണ്ടും തടയുകയായിരുന്നു. ഈ പ്രദേശത്ത് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിച്ച് തന്നെയാണ് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് നേതാക്കളെ തടഞ്ഞത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും CPM-ന്റെ പ്രതിനിധി സംഘവും സന്ദേശ് ഖലി സന്ദർശിക്കാനായി ഇന്ന് സ്ഥലത്ത് എത്തിയിരുന്നു. ഈ നേതാക്കളെയും പോലീസ് തടഞ്ഞു. അതേസമയം മമതാ ബാനർജി സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുന്നു. ഈ സന്ദേശ് ഖലിയിലെ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സുവേന്ദു അധികാരിയുടെ ഹർജിയിൽ വീണ്ടും സർക്കാരിന് എതിരായ തീരുമാനമാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖലി സന്ദർശിക്കാനുള്ള അനുമതി കോടതി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കടക്കാം എന്നാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത്. കൂടാതെ സന്ദേശ് ഖലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പിൻവലിക്കണമെന്ന നിർദ്ദേശവും കൽക്കട്ട ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളുമായി തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.